ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു സ്പെഷ്യൽ വെജ് സ്റ്റൂ ഉണ്ടാക്കാം. വെജ് സ്റ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം. നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും ഈ ഒരു സ്പെഷ്യൽ സ്റ്റൂ പോകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രമല്ല ഗീ റൈസ്, പുലാവ്, പൊറോട്ട ഇതിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു സ്പെഷ്യൽ വെജ് സ്റ്റൂ നന്നായിരിക്കും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ബെൽ ബട്ടൺ അമർത്തിയാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ മാത്രം ഒന്ന് ആദ്യം പരിചയപ്പെടാം. ഇതിലേക്ക് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ച് വലുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 150 ഗ്രാം വരെ വരും. വല്യുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊരു അപ്രോക്സിമേറ്റ് 80 ഗ്രാം വരും. ക്യാരറ്റ് ചെറുതായിട്ട് ഡൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും അപ്രോക്സിമേറ്റ് 80 ഗ്രാം വരും. ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട് 80 ഗ്രാം. ഇതിന് പകരം ഉണങ്ങിയ പട്ടാണിക്കടലയും എടുക്കാം. അത് എടുക്കുകയാണെങ്കിൽ തലേന്ന് രാത്രിയോ അല്ലെങ്കിൽ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചിട്ട് എടുക്കാം. ഇനി കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കാനുണ്ട്. പട്ട എടുത്തിട്ടുണ്ട്, ഏകദേശം 2 സെന്റിമീറ്റർ വലുപ്പം വരും. ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു 2 എണ്ണം. ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു 2 മുതൽ 3 എണ്ണം വരെ എടുക്കാം. ഇത്രയും കൂടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹോൾ സ്പൈസസിന്റെ സത്തൊക്കെ ഒന്ന് എണ്ണയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുന്നുണ്ട്. സാധാരണ തെക്കൻ ഭാഗത്തേക്കൊക്കെ ക്രിസ്മസിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ വെക്കുമ്പോൾ അവർ ഉള്ളിയും കൂടെ വഴറ്റിയാണ് ചേർക്കാറ്. സിമ്പിളായിട്ട് വെക്കുമ്പോൾ ഉള്ളി വഴറ്റാറില്ല നമ്മൾ. അപ്പോൾ ഞാൻ അതിലൊരു ചെറിയ വ്യത്യാസം ചെയ്യുന്നത്, ഉള്ളി ചെറുതായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇത് ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു രുചി തരും. ഇതൊരു ടിപ്പാണ്. ഇനി വെജ് സ്റ്റൂ വെക്കുമ്പോൾ ഉള്ളി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കാരമലൈസ് ചെയ്തിട്ട് ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് നോക്കൂ, നല്ല രുചിയായിരിക്കും. ഇത് നമ്മളിപ്പം ക്യാരറ്റ് ചേർത്തു, ഗ്രീൻ പീസും ചേർക്കുകയാണ്, കൂടെ തന്നെ പൊട്ടറ്റോയും കൂടി ചേർക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ ബീൻസ്, കോളിഫ്ലവർ അതും കൂടെ ചേർക്കാട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഉള്ളി കാരമലൈസ് ചെയ്തെടുത്തത് വരെ മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ഉള്ളി ഒന്ന് ചെറുതായിട്ട് കാരമലൈസ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ വെജിറ്റബിൾ ചേർക്കുമ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെയാണ്. പച്ചക്കറികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, 250 ml ആണ് 1 കപ്പ് വരുന്നത്. അതിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചക്കറികളൊക്കെ ഒന്ന് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന വിധം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വെള്ളം അധികമായി പോകരുത്, കാരണം നമ്മൾ പിന്നെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും കറി നല്ല തിന്നായിട്ട് ലൂസായിട്ട് കിടക്കും. നമുക്ക് കുറച്ചൊരു കുറുകിയ പാകത്തിനാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത്. കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കേരളത്തിന്റെ വടക്കൻ ഭാഗത്തേക്ക് ഇഞ്ചി വഴറ്റാതെയാണ് സ്റ്റൂവിൽ ചേർക്കാറ്. ആ ഒരു രീതിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റൂവിന് ഒരു പ്രത്യേക രുചിയാണ് വഴറ്റാതെ ചേർക്കുമ്പോൾ. കുക്കർ അടയ്ക്കാം, എന്നിട്ട് ഒരു 2 വിസിൽ മാത്രം പോയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികൾ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്നടിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഏകദേശം നല്ല ഒരു കുറുകിയ പരുവത്തിന് തന്നെ കിട്ടും. അല്ലാതെ ഞാൻ തലപ്പാല്, 2ാം പാല് എന്ന് പറഞ്ഞ് എടുത്തിട്ടില്ല. കുക്കറിലെ പ്രഷറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. അതിലിപ്പം നമ്മൾ പച്ചക്കറികളിൽ കിടക്കുന്നതിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കാണാം. അത് ആ ഉള്ളി കാരമലൈസ് ചെയ്തതിൻ്റെ ആ നിറം കൂടി അതിന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ആയിക്കോളും. പച്ചക്കറികളൊക്കെ വെന്തിട്ടും ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയ കശുവണ്ടി പരിപ്പാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. പക്ഷെ കുറച്ചൊന്ന് സ്പെഷ്യൽ ആക്കണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും നമുക്കിത് ചേർക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
300 ml മുഴുവനായും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ബാക്കിയില്ല, ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടുമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചപാടെ നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് തോന്നും കറി കുറച്ച് ലൂസായിട്ടാണല്ലോ കിടക്കുന്നത്. പക്ഷെ ആസ് ടൈം ഗോസ് അത് കുറച്ച് ഒരു തിക്നെസ് വരും അതിന് നാച്ചുറലി. ഫ്രഷ് കറിവേപ്പില ഈസ് ഓൾവേസ് എ ടേസ്റ്റ് മേക്കർ ഫോർ വെജ് സ്റ്റൂ. അതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ്ലി ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളകാണ്. 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിൽ വേറെ എരിവൊന്നും ചേർക്കില്ല. കുരുമുളക് ചേർത്ത ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതും ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ആ പാല് ചൂടായി അടിയിൽ നിന്ന് കുറച്ച് ബബിൾസ് വരുന്നത് കാണുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യും. തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാനേ പാടില്ല. സ്റ്റൂവിന് ഒരു ഫൈനൽ ടച്ചപ്പ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലേ സ്റ്റൂ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറയും. എനിക്കും അതില്ലാതെ പറ്റില്ല. ഇനി ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത രീതിയിൽ ആദ്യം എണ്ണ ചേർത്ത് വഴറ്റുന്നത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സ്റ്റൂ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.